ഭക്ഷണത്തിന്റെ വ്ളോഗിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള നിങ്ങളൊരു ജീവിതം, കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ്, അത് നിങ്ങൾ ഭയങ്കര ഭക്ഷണ പ്രേമിയാണോ? ഓ തീർച്ചയായിട്ടും. എന്താണ് ഞാനൊരു കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടി വ്ളോഗറായ ആളല്ല. ഭക്ഷണം ഇഷ്ടപ്പെട്ടുകൊണ്ട് വ്ളോഗറായതാണ്. അത് പിന്നെ കരിയർ ആക്കിയതാണ്. ഇപ്പോൾ എൻ്റെ വീട് പെരിന്തൽമണ്ണ അറൗണ്ട് ഒരു 70 കിലോമീറ്റേഴ്സ് ഉണ്ട് കോഴിക്കോട്. ഒരു 10ാം ക്ലാസ്സിലും പ്ലസ് 1 പഠിക്കുന്ന സമയത്ത് തന്നെ അന്നെ കോഴിക്കോട്ടേക്ക് ബസ് കയറി, ക്ലാസ് കട്ട് ചെയ്ത് ബസ് കയറി നമ്മൾ പല റെസ്റ്റോറൻറ്റിലും ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയം ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ. അന്നത്തെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സുഹൃത്തുക്കളാണ് ഇന്നും ഇപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ദുബായിലും നാട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളും. അത്രയും വർഷത്തെ ബന്ധമാണ്. അപ്പം എല്ലാവരും ഇപ്പോഴും ഭക്ഷണം അന്വേഷിച്ച് പോകുന്ന ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോഴും. നിങ്ങളുടെ ഈ കല്യാണ പരിപാടിക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പണി കൊടുക്കുന്ന ഏർപ്പാടും കാര്യങ്ങളും, അപ്പൊ നിങ്ങൾ അങ്ങനെ വൈറലായ ഒരു പണി ഉണ്ടല്ലോ? ഉണ്ട്, ഇഷ്ടം പോലെ. എൻ്റെ കല്യാണ വീഡിയോകൾ, എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് ഫേസ്ബുക്കിൽ അറൗണ്ട് ഒരു 7.5 മില്യൺ 8.5 മില്യൺ ഒക്കെ വ്യൂ ഉണ്ടായിട്ടുണ്ട്. അതിലെന്താ വെച്ചാൽ എന്നെ കളിയാക്കണം എല്ലാവർക്കും ഇഷ്ടം. നെഗറ്റീവ് കമൻസ് ആണല്ലോ ഫേസ്ബുക്കിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ എനിക്കെന്ത് കിട്ടി, എനിക്കെന്തൊക്കെ കിട്ടി എന്നൊക്കെ അതിലും അറിയുന്നത്. അപ്പോൾ അതിൽ നമ്മളെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഒരു ചിക്കു എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട്, ഇപ്പോൾ ഒരു അല്ലു. അപ്പോൾ അവരൊക്കെ എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് കാണിച്ചിട്ടാണ് വീഡിയോ ഉള്ളത്. അത് സംഭവം ഒരുപാടുണ്ട്. അത് ഇപ്പോൾ പറയുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ ഇന്നലെ രാത്രിയോട് ഞാൻ ഫ്രണ്ട്സ് ആ വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ. എന്താണ് ശരി വന്ന് കുറേ നേരം ചിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തത് പണി കൊടുക്കാൻ? നമ്മുടെ സുഹൃത്തുക്കളെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് 10-15 പേരെ നിക്കാൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ കല്യാണത്തിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളതൊരു മെമ്മറി ആയിട്ട് എന്ന് അവിടെ നിൽക്കുന്നത് സൂക്ഷിക്കണേ. അപ്പോൾ നമ്മൾ ചില ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഇപ്പോഴും പ്രശ്നമായിട്ട് നടക്കുന്നുണ്ട്. ചില പള്ളി കമ്മിറ്റി വരെ ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോഴും ആൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇതാരും കേട്ടില്ലല്ലോ? ആരും കേട്ടില്ലല്ലോ. മറന്നേ കേട്ടോ, ഒന്നും പറഞ്ഞില്ല. മലപ്പുറത്തെ കുറിച്ച്, ഒരു ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത്? മലപ്പുറത്ത് ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ പറഞ്ഞ അത്യാവശ്യം കുറച്ച് ഏജ്ഡായ ആളാണ്. ഒരു 60-65 ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ ഫാദറിന് ഈ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല. ഫാദറിന് ഇഷ്ടം ഞങ്ങളെ മലപ്പുറത്തെ തേങ്ങാച്ചോറാണ്. എങ്ങനെയാണ് ഈ തേങ്ങാച്ചോറ്? അതായത് സാധാ ചോറിൽ നമ്മുടെ ഉലുവയും തേങ്ങയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാണ് കുക്ക് ചെയ്യുക നമ്മൾ. ഓക്കെ, ചിലതൊക്കെ യെല്ലോയിഷ് കളർ ഉണ്ടാവും പലയിടത്തും. തേങ്ങാപ്പാൽ വയ്ക്കുന്നുണ്ടോ? തേങ്ങാപ്പാൽ ഇല്ല. തേങ്ങാപ്പാൽ അധികം കുറച്ച് ഇതൊക്കെ വരുള്ളൂ. തേങ്ങ കൊത്തിയിട്ടിട്ട് കുറച്ചേ വരുള്ളൂ. തേങ്ങാപ്പാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിലേക്ക് ബീഫും പപ്പടം, അതാണ് നമ്മളെ ആ ഒരു. ബീഫ് സെപ്പറേറ്റ് ഇടുവോ? അല്ലല്ല, ബീഫ് പിന്നെ നമ്മൾ നാടൻ സ്റ്റൈലിൽ കുക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്യും. അല്ല, അത് കൂട്ടി കഴിക്കുക അങ്ങനെ സൈഡ്. അതെ. അപ്പൊ അതും പപ്പടമാണ് ആ ഒരു. എനിക്ക് വളരെ ഇഷ്ടമാണ് തേങ്ങാച്ചോറും ബീഫും പപ്പടം. വീട്ടിലിടയ്ക്ക് ഉണ്ടാക്കും. ഓക്കെ, കേട്ടിട്ട്. അപ്പോൾ നിങ്ങള് പ്രേക്ഷകർ ഒന്നും വിചാരിക്കരുത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി ഭക്ഷണ പ്രേമിയാണ്. അപ്പൊ നമ്മൾ ഭക്ഷണത്തിന്റെ കഥകൾ കൂടുതൽ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലേ? അപ്പോൾ ഭക്ഷണ പ്രേമികൾ നമ്മളെ ഇന്നത്തെ ഈ ഷോ എൻജോയ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എൻജോയ് ചെയ്യട്ടെ. കാരണം എന്താ പറയാ, ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശക്കാൻ തുടങ്ങും. അതല്ല, നമുക്ക് നീ പോയി കഴിക്കാം. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് ഭക്ഷണം നമുക്ക് മാറ്റി വെച്ച്, എന്നുവെച്ചാൽ വായിന്ന് വെള്ളം വന്ന് നമ്മളെ മൈക്കെല്ലാം ഫുള്ള് വെള്ളത്തിലാവും. തീർച്ചയായിട്ടും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.